നമസ്കാരം. ആഗോള നയതന്ത്ര വേദികളിൽ സഖ്യങ്ങളും സൗഹൃദങ്ങളും മാറിമറിയുമ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട പ്രതിരോധ ബന്ധം വീണ്ടും കരുത്താർജിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യക്ക് തുണയായി എന്നും കൂടെ നിന്ന റഷ്യ ഇന്ത്യയുമായി വീണ്ടും കൈകോർക്കുന്നു. പസഫിക് സമുദ്രത്തിലെ തിരമാലകളെ കീറിമുറിച്ച് റഷ്യയുടെ വിനാശകാരിയായ ഒരു യുദ്ധക്കപ്പൽ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുമ്പോൾ അത് വെറുമൊരു സന്ദർശനമല്ല, മറിച്ച് മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ നിലപാടിന്റെ വിളംബരം കൂടിയാണ്. റഷ്യൻ നാവികസേനയുടെ കരുത്തായ മാർഷൽ ഷപ്പോഷ്നിക്കോവ് എന്ന ഫ്രിഗേറ്റ്, അതായത് ഇടത്തരം യുദ്ധക്കപ്പൽ, അടുത്ത മാസം ബംഗാൾ ഉൾക്കടലിൽ നങ്കൂരമിടുന്നത് ഇന്ത്യയുമായുള്ള സംയുക്ത നാവിക അഭ്യാസത്തിനായാണ്. റഷ്യൻ പസഫിക് ഫ്ലീറ്റിന്റെ ഭാഗമായ ഈ കപ്പൽ വെറുമൊരു ഫ്രിഗേറ്റ് അല്ല, മറിച്ച് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ റഷ്യയുടെ ഏറ്റവും വിശ്വസ്തനായ പോരാളിയാണ്. ഇന്ത്യയുടെ കിഴക്കൻ സമുദ്ര തീരത്ത് വെച്ച് നടക്കാൻ പോകുന്ന ഈ അഭ്യാസം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മിസൈലുകളുടെയും അത്യാധുനിക റഡാറുകളുടെയും അകമ്പടിയോടെ എത്തുന്ന മാർഷൽ ഷപ്പോഷ്നിക്കോവ്, കാലിബർ, സിർക്കോൺ തുടങ്ങിയ കരുത്തുറ്റ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് അടുത്തിടെ നവീകരിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലെ നീലജലത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്കൊപ്പം ഈ റഷ്യൻ ഭീമൻ അണിനിരക്കുമ്പോൾ അത് സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിനും അന്തർവാഹിനികളെ പ്രതിരോധിക്കുന്നതിനുമുള്ള സംയുക്ത നീക്കങ്ങളുടെ പരീക്ഷണശാലയായി മാറും. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം ഏറെ വഷളായിരിക്കുന്ന ഈ സമയത്ത് റഷ്യൻ കപ്പലിന് ഇന്ത്യ ആതിഥ്യം അരുളുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധയാകർഷിക്കുമെന്ന് ഉറപ്പാണ്. ഈ സന്ദർശനം ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന് കൂടുതൽ കരുത്ത് പകരുന്നതോടൊപ്പം തന്നെ തന്ത്രപ്രധാനമായ മേഖലകളിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. കടലിലെ വെല്ലുവിളികളെ നേരിടുന്നതിനും തത്സമയ വാർത്താവിനിമയങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഈ അഭ്യാസത്തിലൂടെ ഇരു സേനകൾക്കും സാധിക്കും. ഈ നാവിക അഭ്യാസത്തിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് കടക്കുമ്പോൾ മാർഷൽ ഷപ്പോഷ്നിക്കോവ് എന്ന യുദ്ധക്കപ്പലിനെ ഒരു അദൃശ്യ കൊലയാളി എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. മുമ്പ് വെറുമൊരു ആന്റി സബ്മറൈൻ കപ്പലായിരുന്ന ഇതിനെ 2021 റഷ്യ അത്യാധുനിക മൾട്ടി പർപ്പസ് ഫ്രിഗേറ്റ് ആയി നവീകരിച്ചത്. ഇന്ന് ഈ കപ്പലിന്റെ ഏറ്റവും വലിയ കരുത്ത് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന യൂണിവേഴ്സൽ ലോഞ്ച് സിലോസ് ആണ്. ഇതിലൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ കാലിബർ, ഹൈപ്പർസോണിക് മിസൈലായ സിർക്കോൺ എന്നിവ പ്രയോഗിക്കാൻ സാധിക്കും. ശത്രുക്കളുടെ റഡാറുകളെ വെട്ടിച്ച് അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന ഈ മിസൈലുകൾക്ക് കരയിലെയും കടലിലെയും ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാൻ ശേഷിയുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ ഭാഗത്തു നിന്ന് ഇതിൽ പങ്കെടുക്കുന്നത് മിക്കവാറും വിശാഖപട്ടണം ക്ലാസ് അല്ലെങ്കിൽ കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകളായിരിക്കും. ഇന്ത്യയുടെ തനതായ ബ്രഹ്മോസ് മിസൈൽ സംവിധാനവും റഷ്യൻ മിസൈൽ സാങ്കേതിക വിദ്യയും ഒരേ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ഒത്തുപോകുന്നു എന്നത് ഈ അഭ്യാസത്തിൽ ശ്രദ്ധിക്കപ്പെടും. അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കുന്നതിനുള്ള അത്യാധുനിക സോണാർ സംവിധാനങ്ങളും കടലിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടയാനുള്ള തന്ത്രങ്ങളും ഇരു സേനകളും സംയുക്തമായി പരിശീലിക്കും. വെറുമൊരു വെടിക്കെട്ട് പ്രകടനത്തിനപ്പുറം കടലിലെ തത്സമയ വിവരങ്ങൾ എങ്ങനെ കൃത്യമായി പങ്കുവയ്ക്കാം എന്നതിനാണ് ഇതിൽ മുൻഗണന നൽകുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ക്യൂബയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇന്ത്യയുമായുള്ള ഈ സൈനിക സഹകരണം നടക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായുള്ള ക്വാഡ് ബന്ധവും റഷ്യയുമായുള്ള ഈ ചരിത്രപരമായ സൈനിക സൗഹൃദവും ഒരേപോലെ കൊണ്ടുപോകുക എന്നത് വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ്. ബംഗാൾ ഉൾക്കടലിലെ ഈ നീക്കങ്ങൾ ചൈനയുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സാന്നിധ്യത്തിന് ഒരു മറുപടി കൂടിയാണ്. നയതന്ത്രത്തിന്റെ ചതുരംഗ കളത്തിൽ ഇന്ത്യ നടത്തുന്ന ഈ ബാലൻസിംഗ് ആക്ട് അല്പം സങ്കീർണമാണെങ്കിലും ഏറെ രസകരമാണ്. റഷ്യയുടെ സിർക്കോണും ഇന്ത്യയുടെ ബ്രഹ്മോസും തമ്മിലുള്ള കരുത്തിന്റെ വ്യത്യാസവും ഈ സൈനിക നീക്കത്തോടുള്ള അമേരിക്കയുടെ പ്രതികരണവും നമുക്കൊന്ന് വിശദമായി നോക്കാം. സാങ്കേതികമായി നോക്കിയാൽ ബ്രഹ്മോസും സിർക്കോണും ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണെങ്കിലും വേഗതയുടെ കാര്യത്തിൽ സിർക്കോൺ ഒരു അത്ഭുതമാണ്. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ച ബ്രഹ്മോസ് ഒരു സൂപ്പർ സോണിക് മിസൈലാണ്. അതായത് ശബ്ദവേഗത്തെക്കാൾ ഏകദേശം 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും. എന്നാൽ റഷ്യയുടെ സിർക്കോൺ ഒരു ഹൈപ്പർസോണിക് മിസൈലാണ്. ഇത് ശബ്ദത്തെക്കാൾ 9 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കും. ലളിതമായി പറഞ്ഞാൽ ശത്രുവിന്റെ റഡാർ ഈ മിസൈലിനെ തിരിച്ചറിയുമ്പോഴേക്കും അത് ലക്ഷ്യസ്ഥാനത്ത് പതിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ലോകത്ത് നിലവിലുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും സിർക്കോണിന് തടയാൻ കഴിയില്ലെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ഈ രണ്ട് കരുത്തന്മാരും ഒരേ സമയം അണിനിരക്കുമ്പോൾ അത് ലോക ശക്തികൾക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ സൈനിക അഭ്യാസം അത്ര സുഖകരമായ വാർത്തയാകില്ല. ക്യൂബയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം കിണഞ്ഞു ശ്രമിക്കുമ്പോൾ ഇന്ത്യ റഷ്യൻ കപ്പലിന് ചുവന്ന പരവതാനി വിരിക്കുന്നത് വൈറ്റ് ഹൗസിൽ
വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. ഇന്ത്യക്ക് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പലപ്പോഴും അമേരിക്കൻ കോൺഗ്രസിൽ ഭീഷണി ഉണ്ടാവാറുണ്ടെങ്കിലും ഇന്ത്യയെ പിണക്കാൻ അമേരിക്കയ്ക്ക് അത്ര എളുപ്പമല്ല. ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ വളർച്ച തടയാൻ അമേരിക്കയ്ക്ക് ഇന്ത്യയെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പരമാധികാര തീരുമാനങ്ങളെ മാനിക്കുന്നു എന്ന് പുറമെ പറയുമെങ്കിലും തിരശീലയ്ക്ക് പിന്നിൽ ഇന്ത്യയുടെ ഈ നീക്കത്തെ അമേരിക്ക അതീവ ഗൗരവത്തോടെയാകും വീക്ഷിക്കുക. ചൈനയെ സംബന്ധിച്ചും ബംഗാൾ ഉൾക്കടലിലെ ഈ റഷ്യൻ സാന്നിധ്യം ഒരു വലിയ തലവേദനയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ ആഴത്തിലുള്ള സൈനിക ബന്ധം വലിയൊരു വെല്ലുവിളിയാണ്. റഷ്യൻ കപ്പലുകളിലെ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ മേഖലയിലെ ചൈനീസ് അന്തർവാഹിനികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ സഹായിക്കുമെന്നത് ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യും. ചുരുക്കത്തിൽ ബംഗാൾ ഉൾക്കടലിൽ ഉയരുന്ന ഈ തിരമാലകൾ ലോകത്തെ വൻ ശക്തികൾക്കിടയിലുള്ള തന്ത്രപരമായ നീക്കങ്ങളുടെ നേർസാക്ഷ്യം കൂടിയാണ്. മിസൈൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും വരാനിരിക്കുന്ന മറ്റ് വൻകിട സൈനിക അഭ്യാസങ്ങളും ഇന്ത്യയുടെ പ്രതിരോധ ഭൂപടത്തിൽ നിർണായകമാണ്. ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മിസൈലുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾക്ക് പുതിയ വേഗത ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രഹ്മോസിന്റെ അടുത്ത പതിപ്പായ ബ്രഹ്മോസ് 2 ആണ്. മാർഷൽ ഷപ്പോഷ്നിക്കോവിൽ ഘടിപ്പിച്ചിട്ടുള്ള സിർക്കോൺ മിസൈലിന്റെ അതേ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയാണ് ബ്രഹ്മോസ് 2വിലും ഉപയോഗിക്കാൻ പോകുന്നത്. ഈ മിസൈൽ വികസിപ്പിക്കുന്നതിൽ റഷ്യ ഇന്ത്യയെ സജീവമായി സഹായിക്കുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ലോകത്ത് ഹൈപ്പർസോണിക് മിസൈലുകൾ സ്വന്തമായി നിർമ്മിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറും. കൂടാതെ ടാങ്കുകളെ തകർക്കുന്ന മിസൈലുകളും മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനായുള്ള സാങ്കേതിക കൈമാറ്റ ചർച്ചകളും അവസാന ഘട്ടത്തിലാണ്. ഈ വർഷം ഇന്ത്യയെ കാത്തിരിക്കുന്നത് മറ്റ് ചില വമ്പൻ നാവിക അഭ്യാസങ്ങൾ കൂടിയാണ്. അതിലേറ്റവും പ്രധാനം മലബാർ എക്സസൈസ് ആണ്. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ അഭ്യാസം ചൈനയ്ക്ക് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പായിരിക്കും. റഷ്യയുമായി അഭ്യാസത്തിൽ ഏർപ്പെട്ടതിന് തൊട്ടു പിന്നാലെ അമേരിക്കയുമായി കൈകോർക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്ര സമവാക്യങ്ങളുടെ സങ്കീർണത വെളിപ്പെടുത്തുന്നു. കൂടാതെ ഫ്രാൻസുമായി ചേർന്ന് നടത്തുന്ന വരുണ, ബ്രിട്ടനുമായി നടത്തുന്ന കൊങ്കൺ എന്നിവയും ഈ വർഷം നടക്കും. ഇന്ത്യയുടെ ഈ വൈവിധ്യമാർന്ന സൈനിക സഹകരണങ്ങൾ ഒരു വശത്ത് റഷ്യയുമായുള്ള പഴയ സൗഹൃദം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ മറുവശത്ത് പാശ്ചാത്യ രാജ്യങ്ങളുമായി ചേർന്ന് ചൈനീസ് കടന്നുകയറ്റത്തെ ചെറുക്കാനും സഹായിക്കുന്നു. ഒരേ സമയം റഷ്യൻ മിസൈലുകളും അമേരിക്കൻ വിമാനങ്ങളും ഫ്രഞ്ച് അന്തർവാഹിനികളും ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ലോകത്തെ മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത സവിശേഷത കൂടിയാണ്. വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കമന്റുകൾ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.